ചില സ്ഥലങ്ങളിൽ എത്തിയാൽ മണിക്കൂറുകൾ എങ്ങനെ കടന്നു പോകുന്നുവെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബീച്ച് സീരീസിന്റെ 12ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റു വീഡിയോസ് കാണാത്തവർക്ക് ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ശംഖുമുഖം ബീച്ചിൽ നിന്ന് വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. ശംഖുമുഖത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ വേളി ടൂറിസ്റ്റ് വില്ലേജിലെത്താം. വെട്ടുകാട് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. വെട്ടുകാട് പള്ളിയും അവിടുത്തെ പരിസരവും ബീച്ചും മറ്റൊരു വീഡിയോയിലുണ്ട്. കാണാത്തവർക്ക് മുകളിൽ പ്ലേലിസ്റ്റിൽ പോയി കാണാം. കായലിന്റെ തീരത്ത് സമയം ചെലവഴിക്കാനും ബോട്ടിംഗ് ആസ്വദിക്കാനും കുട്ടികളുമായി ഒരു ദിവസം അടിപൊളിയായി ചിലവഴിക്കാനും പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നിരവധി ആകർഷണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ നടപ്പാതകൾ, വ്യത്യസ്തമായ ശില്പങ്ങൾ, ബോട്ടിംഗ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ തുടങ്ങി ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടതെല്ലാം ഇവിടെ കാണാം. കൂടാതെ മിനിയേച്ചർ റെയിൽവേയും ഇവിടെയുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വെള്ളത്തിന് മുകളിലൂടെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൂടെ നടക്കുമ്പോൾ പാലം ചെറുതായി ഇളകുന്നത് പോലെ തോന്നും. ഇവിടെ തന്നെ ചെറിയ ഫുഡ് സ്റ്റാളുകളും ഉണ്ട്. സ്നാക്സ്, ഐസ്ക്രീം എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് കടലും കായലും തമ്മിൽ ചേരുന്ന കാഴ്ച. ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് വേളിക്കായലും, രണ്ടിന്റെയും ഭംഗി ഒരേ സ്ഥലത്ത് നിന്ന് ആസ്വദിക്കാൻ കഴിയും. കടൽ തീരത്തേക്ക് നടന്നെത്താൻ കഴിയും. തിരമാലകളും കടൽക്കാറ്റും ആസ്വദിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകളുടെ തിരക്ക് കൂടുതലായിരിക്കും.
ഇവിടെ ഇരുന്ന് കായലും കടലും നോക്കി കുറച്ചു സമയം ചെലവഴിച്ചാൽ സമയം പോകുന്നത് പോലും അറിയില്ല. സംസാരിച്ചും കാഴ്ചകൾ ആസ്വദിച്ചും ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ വളരെ പെട്ടെന്നാണ് പോകുന്നത്. കായലിന്റെ കാഴ്ചയും കടൽക്കാറ്റും ആസ്വദിച്ചിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പോലും തോന്നാത്ത ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ എല്ലാ ദിവസവും ബോട്ടിംഗ് ഉണ്ട്. സാധാരണയായി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ബോട്ടിംഗ് നടത്തുന്നത്. വിവിധ തരം ബോട്ടിംഗ് ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ആകർഷണമാണ് ഇവിടെയുള്ള മിനിയേച്ചർ റെയിൽവേ. ചെറിയ ട്രെയിനിൽ പാർക്കിന്റെ ഒരു ഭാഗം ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരമാണ് ഇത് ഒരുക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ യാത്ര ആസ്വദിക്കാം. കുടുംബത്തോടൊപ്പം എത്തുന്നവർ തീർച്ചയായും പരീക്ഷിക്കേണ്ട ഒരു അനുഭവം കൂടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.